മാർ അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കനത്ത പ്രതിഷേധവുമായി സഹപാഠികൾ. ഇയർബാഗ് സംവിധാനം തിരിച്ചടിയാകുമെന്ന നിരാശയിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥി ശനിയാഴ്ച ജീവനൊടുക്കുകയായിരുന്നു. എന്നാൽ സംഭവം സംബന്ധിച്ച് കോളേജ് അധികൃതർ തങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ 2ാം വർഷ എഞ്ചിനീയറിംഗ് ബിരുദ വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിർച്ചി മർപുവിനെയാണ് ശനിയാഴ്ച വൈകിട്ടോടെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളേജിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി വാടക വീട്ടിലാണ് സഹപാഠികൾക്കൊപ്പം ഇദ്ദേഹം താമസിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. സംഭവം സംബന്ധിച്ച് കോളേജ് മാനേജ്മെന്റിനെതിരെയാണ് വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിക്കുന്നത്. സ്വയംഭരണ സംവിധാനമുള്ള കോളേജ് പിൻപറ്റുന്ന ഇയർബാഗ് സംവിധാനം തിരിച്ചടിയായതിനെ തുടർന്ന് തന്റെ 1 വർഷത്തെ പഠന കാലയളവ് നഷ്ടമാകുമോ എന്ന നിരാശയാണ് വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്ന ആരോപണം. ഇവർക്ക് 1 വർഷം വെയിറ്റ് ചെയ്യണം, അവർക്ക് എക്സാം എഴുതാൻ മതി. ഇപ്പൊ ഞങ്ങൾ 4th ഇയേഴ്സാണ്. ഞങ്ങൾക്കാണെങ്കിൽ അടുത്ത സെമ്മിൽ എഴുതാൻ പറ്റും. ഒരു സെമ്മിൽ ഇപ്പൊ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ അടുത്ത സെമ്മിൽ എഴുതാൻ പറ്റും. ഇവർക്ക് 1 വർഷം വെയിറ്റ് ചെയ്യണം. അതിന് പകരം ഇവർ സേ എക്സാം എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നേക്കുന്നത്. അതിന് ഒരു പേപ്പറിന് 6000 രൂപയും തിയറി പേപ്പറിന് 6000 രൂപയും ലാബിന് 10000 രൂപയാണ്. 10000 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബിന്റെ ഇപ്പൊ നമ്മുടെ പേപ്പർ ഒന്നും കാണാൻ പറ്റത്തില്ല. തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്നേ ഇവർ പറയത്തുള്ളൂ. അപ്പം 10000 രൂപ കൊടുത്ത് ഇവർക്ക് എഴുതാൻ മാത്രമേ നിവർത്തിയുള്ളൂ. വേറെ ഇവർക്ക് നിവർത്തിയില്ല. ഞങ്ങൾ എത്രയും പിള്ളേർ മുമ്പിൽ വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ആ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറയുകയോ ഞങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായി, ഒരു മാന്യമായ ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ള ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടുന്ന അപ്പുറം അത് 14 മെസ്സേജ് ഇട്ടുന്ന അപ്പുറം വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ അപ്പം ഞങ്ങൾ പോയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഇപ്പോഴും കോളേജിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ വരിക ഒന്ന് വർത്താനം പറയാം, ഞങ്ങളായിട്ട് വർത്താനം പറയാം. ഞങ്ങൾ ഒന്നില്ല ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ പിള്ളേരോട് കൂടിയിരിക്കണല്ലേ, എന്തെങ്കിലും ഒന്ന് വർത്താനം പറയാം. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് എന്താ ശരിക്കും നടക്കണേ, അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് ഇതിനോട് മാന്യമായ രീതിയിൽ എങ്ങനെ പ്രതികരിക്കും, ആ ഒരു റിയാക്ഷൻ ഞങ്ങൾക്ക് കിട്ടണം. 2024 MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ഓട്ടോണോമസ് പദവി ലഭിച്ചത്. മരിച്ച വിദ്യാർത്ഥിയും 2024 ബാച്ചിൽ പ്രവേശനം നേടിയ ആളാണ്. എന്നാൽ ഇയർബാഗ് പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കോളേജ് നിർണയിച്ചിരുന്ന മാർക്കടിസ്ഥാനത്തിലുള്ള മാനദണ്ഡങ്ങൾ പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളെ കൃത്യമായി അറിയിച്ചിരുന്നു എന്നാണ് കോളേജ് അധികൃതരുടെ പക്ഷം. അതേസമയം മറ്റെല്ലാ കോളേജുകളിലും സ്കോർ 18ആയി നിജപ്പെടുത്തുമ്പോൾ ഇവിടെ മാത്രം 22ആയി നിർണയിച്ചിരിക്കുകയാണെന്നും വിദ്യാർത്ഥി മരണപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും വിദ്യാർത്ഥികളോട് പ്രതികരിക്കാനോ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനോ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്നാണ് ഉയരുന്ന ആരോപണം. മരിച്ച വിദ്യാർത്ഥിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ എന്നാണ് മാനേജ്മെന്റിന്റെ പക്ഷം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.